ഹലോ ഗൈസ്, AC ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് VRVയെ എങ്ങനെ കമ്മീഷൻ ചെയ്യാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പവർ സപ്ലൈ ഫുള്ള് 415 വോൾട്ടാണ്. ഇത് 3 ഫേസ് മെഷീൻ ആയതുകൊണ്ട് 415 വോൾട്ട് ഫുള്ള് എർത്ത് കാര്യങ്ങളൊക്കെ പക്കയാക്കി ഇതിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ വാക്വം 500 മൈക്രോണിലെത്തണം. 500 മൈക്രോണിലെത്തിയിട്ട് ഇത് ഹീറ്റർ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 5 മണിക്കൂർ മുമ്പ് ഓണാക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു കമ്മീഷൻ ചെയ്യണതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് പവർ സപ്ലൈ കാര്യങ്ങളൊക്കെ എല്ലാം കണക്ട് ചെയ്തിട്ട് സപ്ലൈ എല്ലാം കൊടുത്തതിന് ശേഷം നമ്മളിത് എക്സ് മോഡലായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പ്രീ ചാർജ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഗേജ് ലൈനൊക്കെ കണക്ട് ചെയ്യുക. അതായത് 500 മൈക്രോണാണല്ലോ ഇപ്പോൾ ഓൾറെഡി അതിലുള്ളത്. അപ്പോൾ നമ്മൾ വാൽവ് തുറക്കുന്നതിന് മുമ്പ് പ്രീ ചാർജ് കണക്ട് ചെയ്യുക. സിലിണ്ടറെല്ലാം കണക്ട് ചെയ്തിട്ട് തുലാസിലുമ്മൽ എല്ലാം വെച്ചിട്ട് ഒരു പകുതി ഒരു 25% ഗ്യാസ് അതിലോട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വാൽവ് 2 സെക്ഷനും ഡിസ്ചാർജ് ഓപ്പൺ ആക്കുക. ഇപ്പോൾ നമ്മൾ പ്രീ ചാർജ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസ്പ്ലേയിൽ 3 ഡിസ്പ്ലേ കാണുന്നുണ്ടല്ലോ. അതായത് ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും. ഒന്നെങ്കിൽ ബ്ലാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ U3 എന്നിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കൊണ്ട് വെക്കും. U3 എന്ന് ഉദ്ദേശിക്കുന്നത് കമ്മീഷൻ ചെയ്യണം എന്നാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ BS2 എന്നുള്ള ബട്ടൺ ഒരു പ്രാവശ്യം നിൽക്കുക. അതിനുശേഷം BS2 എന്നുള്ള ബട്ടൺ വീണ്ടും ഹോൾഡ് ചെയ്ത് പിടിക്കും. BS2 എന്നുള്ള ബട്ടൺ ഫസ്റ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെ വരും, ബ്ലിങ്ക് ചെയ്ത് കളിക്കും. പിന്നെ ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. T01 എന്ന് കാണിക്കും. T0 വന്നതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞാൽ ഫാന് കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിംഗ് ആയി. അതിനുശേഷം കംപ്രസറിൻ്റെ റിലേ പിടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പം ഈ T01 ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ഇങ്ങനെ കളിക്കും. അതായത് ഫാൻ, നമ്മളിപ്പോൾ ഫാൻ വർക്ക് ചെയ്യാന്ന് പറഞ്ഞല്ലോ, ഫാനും ഇപ്പോൾ കംപ്രസർ ഏകദേശം ചാലായി വരുന്നുള്ളൂ. 2-3 ആവുമ്പോൾ T02-3 ആവുമ്പോൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ഇങ്ങനെ കളിക്കും. ഇപ്പോൾ 2 ആയി, 3 വരും. ഇപ്പോൾ കംപ്രസർ ഏകദേശം ചാലുമായി. ഒരു 3 വരെ ഇങ്ങനെ വർക്ക് ചെയ്യും. ഇങ്ങനെ വർക്ക് ചെയ്തതിന് ശേഷം 3 ആവുമ്പോൾ നമ്മളെ ഗേജിൻ്റെ 3 ഇങ്ങനെ ബ്ലിങ്ക് ആവുന്ന ശേഷം നമ്മൾ ഗേജ് ഇപ്പോൾ ഓൾറെഡി പ്രീ ചാർജിന് കണക്ട് ചെയ്തിരിക്കണല്ലോ, അത് നേരെ നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുക. T03 എന്നിങ്ങനെ വരും. അതിന് ശേഷം അങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ബ്ലിങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ BS2 എന്നുള്ള ബട്ടൺ ഒരു പ്രാവശ്യം നിൽക്കണേ. ഇതുപോലെ അങ്ങനെ T03 എന്നതിന് ബ്ലിങ്ക് ചെയ്യും. ഈ BS2 ഒരു പ്രാവശ്യം നിൽക്കുക. ഇനി നമ്മൾ അതിന് ശേഷം നമ്മൾ വാൽവ് ഓപ്പൺ ആക്കി കൊടുക്കുക. ഓൾറെഡി വാൽവ് ഓപ്പൺ ആക്കിയിരിക്കണേ ഞാൻ. ഇതുപോലെ നമ്മൾ ഗ്യാസിൻ്റെ കാൽക്കുലേഷൻ ഇതിലിങ്ങനെ കാണിക്കും. T03 കഴിഞ്ഞ് ആണോ 13, 14 അങ്ങനെ കാണിക്കും. ഇതിൻ്റെ പ്രഷറാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ഗ്യാസ് ചാർജിങ്ങിന് കൊടുത്ത പ്രഷറാണ്. ഇപ്പോൾ കാലാവസ്ഥ മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ഒരു 50-60 കാണിക്കുള്ളൂ. അതിന് ശേഷം PE എന്ന് എറർ കാണിക്കും. ഈ എറർ എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്യാസ് ചാർജിങ് ഏകദേശം ഗ്യാസ് അതിലേക്ക് ഏകദേശം അയക്കണമെന്നാണ്. പിന്നെ അതിന് ശേഷം ഒന്നെങ്കിൽ P9 എന്ന് കാണിച്ചാൽ നമ്മൾ വാൽവ് ക്ലോസ് ചെയ്യണം. അതായത് ഗ്യാസ് ചാർജിങ് മതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുപോലെ P9 എന്നിങ്ങനെ കാണിക്കും. ഇതിന് മുമ്പ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കേബിളൊക്കെ കൊടുക്കണേ, F1 F2 ഒക്കെ കൊടുക്കണേ. മാസ്റ്റർ റിമോട്ട് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ കേബിളും കൊടുക്കണേ. ഇപ്പോൾ ഗ്യാസ് ഫുള്ളായി. ഇനി നമ്മൾ ഗേജ് ക്ലോസ് ചെയ്യുകയാണ്. ഗേജ് ഫുള്ള് ക്ലോസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ BS1 നിൽക്കുക ഒരു പ്രാവശ്യം. അപ്പോൾ ഗ്യാസ് ചാർജിങ് കംപ്ലീറ്റ് ആയി. നമ്മൾ മെഷീൻ ഫുള്ള് സ്റ്റാൻഡ് ബൈ ആയി. അതിന് ശേഷം നമ്മൾ ടെസ്റ്റ് റൺ കൊടുക്കണം. അതിന് നമ്മൾ BS2 ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ T0 വരും. ഇത് T01 ഇതിങ്ങനെ 10 സ്റ്റേജ് വരെ ആവും. 10 സ്റ്റേജ് വരെ ആവുമ്പോൾ എല്ലാ കാര്യങ്ങളും 10 വരെ എത്തിയ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നാണ് അതിൻ്റെ അർത്ഥം.
ഇതുപോലെ ഇങ്ങനെ T03 ഇങ്ങനെ വരും. ഇങ്ങനെ വന്നിട്ട് 10 വരെ ആയാലാണ് കമ്മീഷൻ ഓക്കെ എന്ന് പറയാം കേട്ടോ. ഇതിപ്പോൾ T06 ആയിക്കണ്. അത് ചിലത് കുറച്ച് ടൈം കൊടുക്കും, 1 മണിക്കൂറൊക്കെ ചിലത് എടുക്കലുണ്ട്, ചിലത് പെട്ടെന്നാവും. ഇതിപ്പോൾ 10 ആവുമ്പോൾ പിന്നെ കംപ്രസർ, ഫാൻ എല്ലാം ഓഫാവും. ഇതിന് 10-ന് ശേഷം ഇത് ഡിസ്പ്ലേ ഫുള്ള് ബ്ലാങ്ക് ആവും. അതിന് ശേഷം നമ്മൾ ഇൻഡോറും എല്ലാം ഓൺ ആക്കണം, എന്നാലേ ഇനി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇതിപ്പോൾ നമ്മൾ 62 HP ആണ് ഇത് ചെയ്തത്, അതായത് 3 സർക്യൂട്ടാണ് വരുന്നത്. ഇതുപോലെ AC സംബന്ധമായ എന്തെല്ലാം വീഡിയോകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ AC, സ്പ്ലിറ്റ്, ഡക്റ്റബിൾ, കസറ്റ്, VRV സംബന്ധമായ എല്ലാ ഡൗട്ടുകളും നമ്മളെ ചാനലിലൂടെ വരുന്നതാണ്.